ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 അപ്ഡേഷനിലേക്ക് സ്വാഗതം. ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നിരാശയാണ്. എന്താ കാരണം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. ഇന്നലെ നമ്മളൊരു പ്രമോ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രമോയിൽ ഇങ്ങനെയായിരുന്നു, ആദിലെ നൂറേം സാക്രിഫൈസ് ചെയ്യാൻ പോവാം. പണിപ്പുര ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ വന്ന് നിൽക്കുന്നത്. എന്തായിരിക്കും കാരണം എന്ന് നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിച്ചു. ഇവരിനി ക്വിറ്റ് ചെയ്യേണ്ടി വരുമോ, സ്വയം ഇറങ്ങിപ്പോകേണ്ടി വരുമോ, അങ്ങനെ പലതും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് ഈ ടാസ്ക് ഇപ്പോൾ നടന്നത്. ടാസ്ക് ഇത്രയേ ഉള്ളൂ, സാക്രിഫൈസ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും അത് തിരഞ്ഞെടുക്കാം. പക്ഷേ ഇതിനകത്ത് 3 പേര് വിട്ട് നിന്നിട്ട് ബാക്കി എല്ലാ കണ്ടസ്റ്റും കൂടി പേരെഴുതി നറുക്കെട്ടെടുത്തത് അതിലേനെ നൂറേനാണ്. ഇവരവിടെ നമ്മുടെ റൂമിൽ ചെന്നു, ഗെയിം കളിക്കുന്ന റൂമിൽ ചെന്ന് നിന്നു. ഞാൻ വെച്ച് വല്ല ഫിസിക്കൽ ടാസ്കോ മെൻ്റൽ ടാസ്കൊക്കെ ആയിരിക്കുന്നു, വേറെ ഒന്നും ഉണ്ടായില്ലോ. ഡിസിഷൻ മേക്കിംഗ് സംഭവം വലിയ കാര്യവുമാണ്. പറഞ്ഞുതരാം. ഇവരോട് ചോദിക്കുകയാണ്, ഈ ഇത് വീക്കിലി നടക്കുന്ന സംഭവമാണല്ലോ, നിങ്ങൾക്ക് ആരെയാണ് ഫാമിലി വരണം എന്ന് ആഗ്രഹിക്കണമെന്ന് ചോദിച്ചു. ഫാമിലി റൗണ്ടിനകത്ത് അപ്പാനി ആൻഡ് രേണു, അതുപോലെ തന്നെ നമ്മുടെ രണ, ഇത്രയും പേരുടെ പേര് ഇവർ പറഞ്ഞു. 3 പേര്. നെക്സ്റ്റാണ് ബിഗ് ബോസ് പറയണത്, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് 750 പോയിന്റ് തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫാമിലിനെ വരുത്താൻ പറ്റില്ല. ഇവർ അപ്പം തന്നെ ചർച്ച ചെയ്ത് 2 പേരുണ്ടല്ലോ, ചർച്ച ചെയ്ത് തീരുമാനിച്ചത് എന്താ പറയുക, ഹ്യൂമാനിറ്റിയുടെ ഭാഗം, സ്നേഹത്തിൻ്റെ ഭാഗം. അവരത്രയും കാത്തിരിക്കുന്നുണ്ട്. അത് നമ്മളാ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും ഹാപ്പി ആവും. ഭക്ഷണം ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. സൂപ്പ് കുടിച്ചിട്ട് നമ്മൾ ജീവിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതിലേന്ന് അവരോട് സംസാരിച്ച് ലാസ്റ്റായി 750 പോയിന്റ് കട്ട് ചെയ്തിട്ട് ഇവർ തിരഞ്ഞെടുത്തത് ഈ ഫാമിലീനെയാണ്. എനിക്കറിയില്ല, ഞാൻ ഈ ബിഗ് ബോസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരുപാട് ആഗ്രഹത്തോടെ കാണുന്നൊരു ഷോയാണിത്. ഇവിടെ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്കാണ്. ഇത് 3ാമത്തെ വീക്കായിട്ടുള്ളൂ. ഈ 3ാമത്തെ വീക്കിൽ അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അവിടെ ഒരു ലോജിക്ക് ഉണ്ടാവണ്ടേ? എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഒരു സംഭവം ഉണ്ട്, ഒരു ബിഗ് ബോസ് സാധനം ഒളിച്ചിട്ടിട്ടുണ്ട്. ഇത് 3ാമത്തെ വീക്കാണ്. 3ാമത്തെ വീക്കിനകത്ത് ബിഗ് ബോസിനകത്ത് ഇന്ന് വരെ ഒരു ഫാമിലി എൻ്റർ ആയിട്ടില്ല. ഒരു ഫൈനൽ എത്തുമ്പോഴാണ് ഈ പറയുന്ന ഫാമിലീസിന് എൻ്റർ ചെയ്യിക്കുന്നത്. പിന്നെ എന്തിനാണ് അവർ 750 പോയിന്റ് കളഞ്ഞത്? ഇവിടെ കണ്ടസ്റ്റൻസ് എല്ലാം കൈയടിക്കുന്നു, വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഒരുപാട് ഹ്യൂമാനിറ്റിനെ കുറിച്ച് പറയുന്നു, നന്മേനെക്കുറിച്ച് പറയുന്നു. എന്തിന്? ഇതൊരു ഗെയിം ഷോ അല്ലേ? ഇവർ ഗെയിം കളിക്കാനല്ല അവിടെ പോയത്. ഇവർക്ക് വേണ്ട ബേസിക് നീഡ്സ് മേടിക്കുക എന്നുള്ളതല്ലേ ഇവരുടെ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ അവർ ഈ ചിന്തിക്കേണ്ട, ഇത് 3ാമത്തെ വീക്കാണ്, ഇത് പണിപ്പുര ടാസ്ക്കാണ്. ഒരാഴ്ചയാണ് പണിപ്പുര ടാസ്ക്. ഒരാഴ്ചത്തേക്കുള്ള പണിപ്പുര ടാസ്കിൻ്റെ കാര്യം ഇവിടെ നടന്നിട്ടുള്ളൂ. വൈ ഇവരിങ്ങനെ ചിന്തിച്ചെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരുപാട് പ്രതീക്ഷയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾ പോലും ലൈവിനകത്ത് ഇതെടുത്ത് ചെയ്തിട്ടില്ല. ഒരാൾ പോലും. എല്ലാവരും കൈയടി, എല്ലാവരും ഭയങ്കര സന്തോഷം. ഫാമിലീനല്ലേ കൊണ്ടുവരാൻ പോണേ? ഫാമിലിയൊക്കെ വരുമല്ലോ. നമ്മൾ ഈ ബിഗ് ബോസിലോട്ട് പോണത് ഫാമിലീനെ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഇതിനകത്ത് ഗെയിം കളിക്കാനല്ലേ. നമ്മൾ പ്രിപ്പയർ ആയിട്ടല്ലേ പോകണം. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. ഇവർക്ക് ഒരുപാട് മെൻ്റൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ലാസ്റ്റ് വീക്കാകുമ്പോൾ ഈ ഫാമിലീസ് എല്ലാം വരും. ഇവിടെ ലോജിക്കലി ഇവർ ചിന്തിച്ചിട്ടില്ല. ഇവർ ഹ്യൂമാനിറ്റി, സ്നേഹം, പുറത്ത് ഇത് ഔട്ടാവുമ്പോൾ കാണുന്നത് എല്ലാവരുടെയും നന്മമുഖം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിത് കണ്ടേക്കുന്നത്. സത്യത്തിൽ എല്ലാ കണ്ടസ്റ്റൻറ്റിനോടും ഒരു ദേഷ്യം തോന്നിയ ഒരു സാഹചര്യം ഇതായിരുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സായിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ മുൻപോട്ട് ഓരോ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഊർജ്ജവുമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ.